കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു രസകരമായ ഒരു കഥ പറയാം. കഥയല്ല, അനുഭവം. ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ കയറി. ഞങ്ങൾ ഉദ്ദേശിച്ച് നല്ലൊരു ബിരിയാണി കഴിക്കണം എന്നായിരുന്നു. എൻ്റെ ഫ്രണ്ട് സ്ഥിരമായിട്ട് പോകുന്ന റെസ്റ്റോറൻ്റാണ്. അവനവിടെ വെയിറ്റേഴ്സൊക്കെ ആയിട്ട് നല്ല പരിചയമുണ്ട്. അവർക്ക് അവൻ ടിപ്സ് കൊടുക്കാറുണ്ട്. നല്ല ബന്ധമാണ്. അതുകൊണ്ട് അവരെ കണ്ടപ്പോൾ തന്നെ അവർ വളരെ സൗഹൃദത്തിലാണ് ഞങ്ങളെ സ്വീകരിച്ചത്. ഞങ്ങളവിടെ പോയിരുന്നു, ബിരിയാണി വാങ്ങിച്ചു. ബിരിയാണിയുടെ കൂടെ ഞങ്ങൾക്ക് അവർ കുറേ സവാള അഥവാ വലിയ ഉള്ളി ഞങ്ങൾക്ക് മുറിച്ച് തന്നു. ഈ വെയിറ്റർ കുറേ ഉള്ളി അവൻ എക്സ്ട്രാ, ഇത് സാധാരണഗതിയിൽ ഒരു ബിരിയാണിയുടെ കൂടെ കൊടുക്കുന്നതിന് പകരം എക്സ്ട്രാ 2-3 കപ്പിൽ നല്ല ഉള്ളി കട്ട് ചെയ്തിട്ട് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ആ ഉള്ളി ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കാം, സവാള കൊണ്ടുവയ്ക്കാം. ആക്ച്വലി എന്താ സംഭവിച്ചത്, എൻ്റെ ഫ്രണ്ടിന് ഈ സവാള അത്ര ഇഷ്ടമൊന്നുമല്ല. ബട്ട് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ കണ്ടെന്ന് അവൻ ഈ സവാള മൊത്തെടുത്ത് കഴിക്കുക. എനിക്കും ഓവറായിട്ട് ഈ സവാള ഈ ബിരിയാണിയുടെ കൂടെ കഴിക്കുന്നത് ഇഷ്ടമല്ല. അപ്പം ഞാനത് മാറ്റി വെച്ചപ്പോൾ ഇവനത് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ കഴിക്കുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു, അതല്ല, ആ വെയിറ്റർ സ്നേഹത്തോട് തന്നാലേ നമ്മൾ കഴിച്ചിട്ടില്ല. ഇപ്പോൾ അയാളെന്താ വിചാരിക്കുക? ഇത് നമ്മുടെ ലൈഫിൽ പലപ്പോഴും ഉണ്ടാകുന്ന അവസ്ഥയാണല്ലേ. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ പലപ്പോഴും നമുക്ക് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും ഏറ്റെടുക്കും. നമുക്ക് ആവശ്യമില്ലാത്ത പല ജോലികളും പല ടാസ്കുകളും നമ്മൾക്കൊരു ബൗണ്ടറി സെറ്റ് ചെയ്യാതെ നമ്മൾ ഏറ്റെടുക്കും. പലപ്പോഴും നമ്മൾ സെൽഫിനൊരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ മറന്നു പോകാറുണ്ട്. ഇതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ആകെ തളർന്നു പോകും. എക്സോസ്റ്റഡ് ആയിരിക്കും നമ്മൾ, ആകെ ടയേർഡായി, ആകെ തളർന്ന് നമുക്കൊരു പ്ലാനിങ്, ഒന്നിനൊരു ഫോക്കസ് കിട്ടാത്ത അവസ്ഥയുണ്ടാകും. നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയും എവിടെ നോ എന്ന് പറയണം, എന്ത് വേണ്ടെന്ന് വെക്കണം എന്ന് അറിയുകയും ചെയ്യാനുള്ള പ്രധാനമാണ്. അതിനു പകരം നമ്മൾ എവിടേക്കാണ് പോകുന്നത്, നമ്മൾക്ക് എന്താണ് വേണ്ടത്, നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് അറിയാതെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവർ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ യെസ് പറഞ്ഞാൽ നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു. അവിടെ ഒരു സെൽഫ് ബൗണ്ടറി എന്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം നമ്മുടെ ജീവിതമാണ്. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് പറയുമ്പം നമുക്കറിയണം നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനൊക്കെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, പ്രാധാന്യം അഥവാ മുൻതൂക്കം കൊടുക്കേണ്ടത്. നിങ്ങളുടെ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. രാവിലെ എണീച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ലിസ്റ്റ് നമ്മുടെ കയ്യിൽ വേണം. എന്തിന് പ്രാധാന്യം കൊടുക്കണം, എൻ്റെ ജീവിതത്തിൽ എൻ്റെ പേർപ്പസ് അഥവാ എൻ്റെ ലക്ഷ്യം എന്താണ്, അതുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്താണ്, എൻ്റെ ഇഷ്ടങ്ങൾ എന്താണ്, ഞാൻ കീപ്പ് ചെയ്യേണ്ട ഒരു നിലവാരം, ഒരു സ്റ്റാൻഡേർഡ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളുടെ സ്റ്റാൻഡേർഡിന് ചേരാത്ത, നിങ്ങളുടെ നിലവാരത്തെ തകർക്കുന്ന, നിങ്ങളുടെ വാല്യൂ തകർക്കുന്ന ഒരു കാര്യം നിങ്ങളോട് ഒരാൾ ചെയ്യാൻ പറയുന്നത് നിങ്ങളുടെ ബോസ് ആവാം, അല്ലെങ്കിൽ പറയുന്നത് നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്താവാം, അല്ലെങ്കിൽ പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആവാം, നിങ്ങൾ ഏതെങ്കിലും ലീഡർ ആവാം. നിങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ സ്വയം നിങ്ങളുടെ നിലവാരം തകർത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ മൈൻഡിന് കിട്ടുന്ന പിക്ചർ മാറുന്നു, നമ്മുടെ മനസ്സുണ്ടാക്കുന്ന ചിത്രം മാറുന്നു. നമ്മളെക്കുറിച്ച് നമ്മുടെ മനസ്സ് ചിന്തിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. നമുക്കൊരു സെൽഫ് വാല്യൂ അല്ലെങ്കിൽ സെൽഫ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന സാധനമുണ്ട്. സ്വയം നമുക്ക് നമ്മളോട് തോന്നുന്നൊരു മതിപ്പുണ്ട്. ആ മതിപ്പ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും നേടാൻ കഴിയില്ല. കാരണം നമ്മൾ എന്താണോ അതാണ് ജീവിതത്തിൽ നമ്മൾ ആകർഷിക്കുന്നത്. ജീവിതത്തിൽ നമ്മൾ വളരെ ചെറിയ താണ ഒരു വൈബ്രേഷനിൽ വളരെ ലോ ആയിട്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും നമ്മൾ ആകർഷിക്കുന്നതും എല്ലാം അത്തരം കാര്യങ്ങളായിരിക്കും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അത്തരത്തിലായിരിക്കും, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അത്തരത്തിലായിരിക്കും. അങ്ങനെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ലൈഫിന് ഒരു ലക്ഷ്യം ഇല്ലെങ്കിൽ, കൃത്യമായൊരു പാത്ത് ഇല്ലെങ്കിൽ, കൃത്യമായൊരു വഴി നമുക്കറിയില്ലെങ്കിൽ ഏത് വഴിക്കും നടക്കുന്ന, ഏത് വഴികളിൽ കൂടെയും സഞ്ചരിക്കുന്ന ഒരാളായിട്ട് നമ്മൾ മാറും. ഇതിന് അപകടം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും നമ്മളായിട്ട് മാറാൻ കഴിയില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. അത് നമ്മുടെ സൗഹൃദങ്ങളിലായാലും നമ്മുടെ ഓഫീസിലായാലും നമ്മുടെ വീട്ടിനകത്തായെങ്കിൽ പോലും നമുക്കൊരു ബൗണ്ടറി ഉണ്ടാവണം. അതിനപ്പുറത്തേക്ക് നമ്മൾ കടക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ സെറ്റ് ചെയ്യണം. ആ സ്റ്റാൻഡേർഡിന് മുകളിലേക്ക് പോകേണ്ടതില്ല, അത് ഉറപ്പിക്കണം. അതിനിപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇന്ന് തന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ കണ്ടെത്തുക, അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുക, അതിനനുസരിച്ചുള്ള മുൻതൂക്കങ്ങളെ കണ്ടെത്തുക, സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക, അതിൽ നിന്ന് താഴോട്ട് ഇറങ്ങില്ല എന്ന് ഉറപ്പിക്കുക. എല്ലാവരും തരുന്ന എല്ലാ ഉള്ളിയും വാരി കഴിക്കേണ്ടതില്ല.